നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാതയിലെ ഗതാഗത കുരുക്ക്. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. തൃശൂരിൽ നടക്കുന്ന തൊഴിൽ പൂരം മെഗാ ജോബ് ഫെയറിന് മുന്നോടിയായി ഉദ്യോഗാർത്ഥികൾക്കുള്ള പരിശീലനങ്ങൾക്ക് തുടക്കമായി. ചാലക്കുടി കാർമൽ സ്കൂളിൽ അസോസിയേറ്റ്സ് ഓഫ് കാർമൽ സമ്മർ ക്യാമ്പ് പ്രത്യാശ 2025 തുടക്കമായി. മുരിയാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്തിലെ എല്ലാ വിദ്യാലയങ്ങൾക്കും ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വിതരണം ചെയ്തു. കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുത്തുക്കാവ് ക്ഷീര സൊസൈറ്റിക്ക് കൗ ലിഫ്റ്റർ വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. ഒരാഴ്ചയ്ക്കുള്ളിൽ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുമെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. ചാലക്കുടി അങ്കമാലി ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് അഴിക്കാൻ കർശന നിർദ്ദേശങ്ങളുമായി ജില്ലാ ഭരണകൂടം. ഗതാഗത കുരുക്കിന് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്ന് ദേശീയപാത അതോറിറ്റി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഉറപ്പു നൽകി. ഇതു സംബന്ധിച്ച് പരിശോധന നടത്തി ഏപ്രിൽ 28-ന് റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസ്, RTO, ചാലക്കുടി തഹസീൽദാർ എന്നിവർക്ക് കളക്ടർ നിർദ്ദേശം നൽകി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ടോൾ പിരിവ് നിർത്തിവയ്ക്കുന്ന ഉത്തരവ് സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. രൂക്ഷമായ ഗതാഗത കുരുക്ക് അനുഭവിക്കുന്ന മേഖലകളിൽ ഗതാഗത നിയന്ത്രണത്തിന് ട്രാഫിക് വാർഡന്മാരെ എത്രയും വേഗം നിയമിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ പോലീസിനെയും ദേശീയപാത അതോറിറ്റിയെയും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ചുമതലപ്പെടുത്തി. ദേശീയപാതയിലെ ഗതാഗത കുരുക്കിനെ സംബന്ധിച്ച് ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. നിലവിൽ ഗതാഗതം വഴിതിരിച്ചുവിടുന്ന സ്ഥലങ്ങളിൽ വ്യക്തമായ സൈൻ ബോർഡുകൾ ഇല്ലാത്തതിനാൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതായി യോഗത്തിൽ അഭിപ്രായമുയർന്നു. കൂടാതെ നിർമ്മാണം നടക്കുന്ന മേഖലകളിൽ അപകടം ഒഴിവാക്കുന്നതിന് രാത്രിയിലും കാണാനാകുന്ന തരത്തിലുള്ള ലൈറ്റിംഗ് സംവിധാനം വേണമെന്നും ആവശ്യമുയർന്നു. ഇക്കാര്യം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കളക്ടർ നിർദ്ദേശം നൽകി. സർവീസ് റോഡുകൾ കൃത്യമായ ഇടവേളകളിൽ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി പൂർത്തീകരിക്കണം. ദേശീയപാതയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് വഴിതിരിച്ചുവിടുന്ന സ്ഥലങ്ങളിൽ തടസ്സങ്ങൾ നീക്കണം. കുരുക്ക് ഒഴിക്കുവാൻ ഗതാഗതം വഴിതിരിച്ചുവിടുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ പോലീസിനും RTOയ്ക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗതാഗത സംവിധാനത്തെക്കുറിച്ച് എല്ലാ ആഴ്ചയിലും ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അവലോകനം നടത്തും. ഗതാഗതം തിരിച്ചുവിടുന്ന സ്ഥലങ്ങളിൽ വിവിധ ഭാഷകളിലുള്ള ബോർഡുകൾ സ്ഥാപിക്കാനും നിർദ്ദേശമുണ്ട്. മുരിങ്ങൂർ, ചിറങ്ങര മേഖലകളിൽ ബസ് സ്റ്റോപ്പ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ താൽക്കാലികമായി മാറ്റി സ്ഥാപിക്കണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു. ഇക്കാര്യം പരിശോധിച്ച് നടപടി സ്വീകരിക്കാമെന്ന് RTO അറിയിച്ചു. സർവീസ് റോഡുകളിലെ കാനകളിൽ തടസ്സമുള്ളതിനാൽ ചെറിയ മഴയ്ക്ക് പോലും വലിയ വെള്ളക്കെട്ട് ഉണ്ടാകുന്നതായി റൂറൽ SP B കൃഷ്ണദാസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയത്ത് മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കാണ് ദേശീയപാതയിൽ ഉണ്ടായതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിലവിൽ നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ചിട്ടില്ലെന്നും റൂറൽ SP അറിയിച്ചു. ഇക്കാര്യത്തിൽ ഉടൻ പരിഹാരം കാണാൻ കളക്ടർ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ഡെപ്യൂട്ടി കളക്ടർ CS സ്മിതാറാണി, തഹസീൽദാർമാരായ KM സിവീഷ് സാഹു, KM ജേക്കബ്, MS കിഷോർ, ഒല്ലൂർ ACP SP സുധീരൻ, ചാലക്കുടി DYSP K സുമേഷ്, തൃശൂർ റൂറൽ DYSP SY സുരേഷ്, RTO എൻഫോഴ്സ്മെന്റ് PV ബിജു, PWD റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ S ഹരീഷ്, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, ദേശീയപാത അതോറിറ്റി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂരിൽ നടക്കുന്ന തൊഴിൽ പൂരം മെഗാ ജോബ് ഫെയറിന് മുന്നോടിയായി ഉദ്യോഗാർത്ഥികൾക്കുള്ള പരിശീലനങ്ങൾക്ക് തുടക്കമായി. വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും അഭിരുചിക്കുമനുസരിച്ച് തൊഴിൽ ലഭ്യമാകുന്ന തൊഴിൽ രഹിതരില്ലാത്ത വിജ്ഞാന തൃശൂരിനായി നാടും സർക്കാർ സംവിധാനങ്ങളും കൈകോർത്ത് മുന്നേറുകയാണ്. ജില്ലയിലെ 24 ജോബ് സ്റ്റേഷനുകളിലായി ഉദ്യോഗാർത്ഥികൾക്ക് പ്രത്യേക പരിശീലനങ്ങൾ ആരംഭിച്ചു. ഏപ്രിൽ 25 വരെ സംഘടിപ്പിക്കുന്ന പ്രത്യേക പരിശീലന പരിപാടിയിലൂടെ ആവശ്യമായ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ഇംഗ്ലീഷ് നൈപുണ്യ വികസനം, അഭിമുഖ പരിശീലനം, റെസ്യൂം തയ്യാറാക്കൽ,
കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്മെൻറ്റ് എന്നീ പരിശീലനങ്ങൾ നൽകും. അസാപ് സർട്ടിഫൈഡ് ട്രെയിനർമാർ ഉദ്യോഗാർത്ഥികളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും അഭിരുചിക്കും അനുസരിച്ച് തിരഞ്ഞെടുക്കുന്ന തൊഴിലുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിനുള്ള വിദഗ്ധ പരിശീലനമാണ് നൽകുന്നത്. പരിശീലനങ്ങൾക്ക് വിജ്ഞാന കേരളം കൺസൾട്ടന്റ് ഡോക്ടർ പി സരിൻ, വിജ്ഞാന കേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ KV ജ്യോതിഷ് കുമാർ, കില ജില്ലാ ഫെസിലിറ്റേറ്റർ അനൂപ് കിഷോർ, അസാപ് സ്കിൽ ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് KV സുമേഷ്, ഡിസ്ക് അസോസിയേറ്റ് ഡയറക്ടർ വിനീഷ് ജോർജ്, ജില്ലാ പ്രോഗ്രാം മാനേജർ KJ സിത്താര തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാലക്കുടി കാർമൽ സ്കൂളിൽ അസോസിയേറ്റ്സ് ഓഫ് കാർമൽ സമ്മർ ക്യാമ്പ് പ്രത്യാശ 2025 തുടക്കമായി. അസോസിയേറ്റ്സ് ഓഫ് കാർമലിൻ്റെ നേതൃത്വത്തിൽ ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലയിലെ 26 സ്കൂളുകളിൽ നിന്നുള്ള 200-ലധികം കുട്ടികൾക്കായി 3 ദിവസമായി സംഘടിപ്പിക്കുന്ന സമ്മർ ക്യാമ്പ് പ്രത്യാശ 2025 ചാലക്കുടി നഗരസഭാ അധ്യക്ഷൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു. കാർമൽ സ്കൂൾ മാനേജരും അസോസിയേറ്റ്സ് ഓഫ് കാർമൽ രക്ഷാധികാരിയുമായ ഫാദർ അനൂപ് പുതുശ്ശേരി CMI അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചാലക്കുടി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ഹരീഷ് CU മുഖ്യ അതിഥിയായിരുന്നു. ചാലക്കുടി മുനിസിപ്പാലിറ്റിയുടെ ലഹരി വിരുദ്ധ പ്രോജക്റ്റായ നന്മ ലഹരി വിരുദ്ധ പ്രതിജ്ഞ അദ്ദേഹം കുട്ടികൾക്ക് ചൊല്ലിക്കൊടുത്തു. അസോസിയേറ്റ്സ് ഓഫ് കാർമൽ ഡയറക്ടറും കാർമൽ അക്കാദമി പ്രിൻസിപ്പാളുമായ ഫാദർ യേശുദാസ് ചുങ്കത്ത് അനുഗ്രഹ പ്രഭാഷണവും കുട്ടികൾക്കായുള്ള സ്കോളർഷിപ്പ് വിതരണവും നിർവഹിച്ചു. അസോസിയേറ്റ്സ് ഓഫ് കാർമൽ ധനശേഖരണ പദ്ധതിയുടെ ആദ്യ സംഭാവന സ്വീകരണം അസോസിയേറ്റ്സ് ഓഫ് കാർമൽ അസോസിയേറ്റ് ഡയറക്ടറും കാർമൽ HSS പ്രിൻസിപ്പലുമായ ഫാദർ ജോസ് താണിക്കൽ CMI ഏറ്റുവാങ്ങി. അസോസിയേറ്റ് ഓഫ് കാർമൽ പ്രസിഡന്റ് ജോബി MJ ചടങ്ങിനെ സ്വാഗതവും സെക്രട്ടറി രസീദ ജോയ്സൺ നന്ദിയും പറഞ്ഞു. CMI സഭയിൽ നിന്നും ബ്രദർ ഐവിൻ, ബ്രദർ ഡാനി, ബ്രദർ ക്രിസ്റ്റോ എന്നിവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. അസോസിയേറ്റ്സ് ഓഫ് കാർമൽ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ 26 ചാലക്കുടി ജില്ലയിലത്തെ 7 ഗവൺമെൻറ് സ്കൂളിലെ 202 കുട്ടികൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു സംഘടനയാണ്. അവർക്ക് നമ്മൾ പഠിക്കാൻ എടുക്കരും എന്നാൽ മറ്റേ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ സെലക്ട് ചെയ്ത് ഞങ്ങൾ 12 വർഷമായി പ്രവർത്തിക്കുന്നു. ആ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള ക്യാമ്പ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് സമ്മർ ക്യാമ്പ് ഇപ്പോൾ നടക്കണേ. ഞങ്ങളുടെ സെക്രട്ടറി റസീദ വർഗീസേട്ടൻ വൈസ് പ്രസിഡന്റ് ആണ്. അപ്പോൾ 3 ദിവസത്തെ ക്യാമ്പാണ് ഇപ്പോൾ നടക്കുന്നത്. ക്യാമ്പിൻ്റെ ഇനോഗ്രേഷൻ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ നഗരപിതാവ് ശ്രീ ഷിബു വാലപ്പൻ നിർവഹിച്ചു. ചടങ്ങിൽ നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടർ ഹരീഷ് സാറേക്കും പങ്കെടുത്തു. അതിനുശേഷം ഉള്ള ക്യാമ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുരിയാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്തിലെ എല്ലാ വിദ്യാലയങ്ങൾക്കും ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വിതരണം ചെയ്തു. പഞ്ചായത്ത് ഓഫീസിൽ നടന്ന വിതരണം തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ നിർവഹിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെജിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ഗവൺമെൻറ് UP സ്കൂൾ ഹെഡ് മിസ്ട്രസ് ബീന, വൈസ് പ്രസിഡന്റ് രതി ഗോപി, ഭരണസമിതി അംഗങ്ങളായ തോമസ് തൊകലത്ത്, മണി സജയൻ, സുനിൽകുമാർ, സേവ്യർ ആളൂക്കാരൻ, മുരിയാട് ഗ്രാമപഞ്ചായത്ത് ഹെഡ് ക്ലാർക്ക് ജോബി എന്നിവർ സംസാരിച്ചു. ഗവൺമെൻറ് UP സ്കൂൾ ആനന്ദപുരം, ശ്രീകൃഷ്ണ ഹൈസ്കൂൾ ആനന്ദപുരം, ഊക്കൻ മെമ്മോറിയൽ സ്കൂൾ തുറവങ്ങാട്, SNB സ്കൂൾ പുല്ലൂർ, AUP സ്കൂൾ മുരിയാട് എന്നിവിടങ്ങളിൽ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഷെയർ ട്രേഡിംഗിൽ ലാഭം നേടാമെന്ന് വിശ്വസിപ്പിച്ച് കിഴുത്താണി സ്വദേശിയുടെ 1,34,50,000 രൂപ തട്ടിയെടുത്ത കേസിൽ യുവാവ് അറസ്റ്റിൽ. 3 പീടിക സ്വദേശി കാക്കശ്ശേരി വീട്ടിൽ 26 വയസ്സുള്ള റനീസിനെയാണ് ഇരിഞ്ഞാലക്കുട സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കണോമിക്സ് ടൈംസ് പത്രത്തിലെ ഷെയർ ട്രേഡിംഗ് പരസ്യം കണ്ട് ആകൃഷ്ടനായ പരാതിക്കാരനെ ഷെയർ ട്രേഡിംഗിനായി വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിച്ച് ഷെയർ ട്രേഡിംഗ് നടത്തുന്നതിനുള്ള ലിങ്കും നിർദ്ദേശങ്ങളും ഗ്രൂപ്പ് അഡ്മിന്മാർ പല ദിവസങ്ങളിലായി അയച്ചുകൊടുത്തു. തുടർന്ന് സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 31 വരെ പല തവണകളായി പ്രതികളുടെ വിവിധ അക്കൗണ്ടുകളിലേക്കായി 1,34,50,000 രൂപ നിക്ഷേപം നടത്തിക്കുകയായിരുന്നു. ഇതിലുൾപ്പെട്ട 22,20,000 രൂപ റെനീസിന്റെ അക്കൗണ്ടിലേക്കാണ് അയച്ചിരിക്കുന്നത്. ഈ തുക പിൻവലിച്ച് പ്രതികൾക്ക് നൽകി അതിന്റെ കമ്മീഷനായി 15,000 രൂപ കൈപ്പറ്റി തട്ടിപ്പു സംഘത്തിന് സഹായം ചെയ്തു കൊടുക്കുന്ന ഏജന്റായി പ്രവർത്തിച്ചു വന്നതിനാണ് റെനീസിനെ അറസ്റ്റ് ചെയ്തത്. റൂറൽ ജില്ലാ പോലീസ് മേധാവി V. കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം DCRB DYSP SY സുരേഷ്, സൈബർ SHO വർഗീസ് അലക്സാണ്ടർ, SI ബെന്നി ജോസഫ്, ഗ്രേഡ് ASI അനൂപ് കുമാർ, സീനിയർ CPO അജിത് കുമാർ, CP അനീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ഏപ്രിൽ 26 തൃശ്ശൂരിൽ വെച്ച് നടത്തുന്ന മെഗാ ജോബ് ഫെയറിന് മുന്നോടിയായി ചാലക്കുടി ബ്ലോക്ക് ജോബ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ ഉദ്യോഗാർത്ഥികൾക്കുള്ള പരിശീലനം ആരംഭിച്ചു.
ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ജേക്കബ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CV ആന്റണി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബാഹുലയൻ, ലീന ഡേവിസ്, ജോയിന്റ് BDO ജഗദീഷ് P എന്നിവർ സംസാരിച്ചു. സോഫ്റ്റ് സ്കിൽ ട്രെയിനർ പ്രതിഭ K ക്ലാസ് എടുത്തു. ഇന്റർവ്യൂ അഭിമുഖീകരിക്കുന്നത് എങ്ങനെ, ഇംഗ്ലീഷ് ഭാഷാ നൈപുണി, സോഫ്റ്റ് സ്കിൽ തുടങ്ങിയ വിഷയങ്ങളിലാണ് പരിശീലനം. ആത്മവിശ്വാസം വരുമ്പോൾ അത് എപ്പോഴാണ് വരുന്നത്? ആരെങ്കിലും ഒരാൾ ചിലപ്പോൾ കണ്ട് പറഞ്ഞിട്ടുണ്ടാവും, നീ നന്നായി എഴുതാറുണ്ട് കേട്ടോ, നിന്റെ എഴുത്ത് നല്ല രസമുണ്ട്. കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുത്തുക്കാവ് ക്ഷീര സൊസൈറ്റിക്ക് കൗ ലിഫ്റ്റർ വിതരണം ചെയ്തു. പുത്തുക്കാവ് ക്ഷീര സൊസൈറ്റിയിൽ വെച്ച് നടത്തിയ വിതരണം കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. കൊടകര മൃഗാശുപത്രിയിലെ ഡോക്ടർ P ഗോപികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മുരിക്കിങ്ങൽ സെന്റ് ജോസഫ് ദേവാലയത്തിലെ വിശുദ്ധ യൗസേ പിതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. ഇരിഞ്ഞാലക്കുട രൂപത മോൺസിഞ്ഞോർ ഫാദർ ജോളി വടക്കൻ കൊടിയേറ്റത്തിന് കാർമ്മികത്വം വഹിച്ചു. ഫാദർ ടോണി പാറേക്കാടൻ സഹകാർമ്മികനായിരുന്നു. കൈക്കാരന്മാരായ ഫിലിപ്പ് കോച്ചക്കാടൻ, ജോയ് പെരേപ്പാടൻ, ജോയ് ആമ്പക്കാടൻ, കൺവീനർ സാജൻ മുല്ലക്കുന്നിൽ, ജോയിന്റ് കൺവീനർ ജെയിംസ് മൂലൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഏപ്രിൽ 30, മെയ് 1 തീയതികളിലാണ് തിരുനാൾ. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 43 ലക്ഷം രൂപ ചെലവിൽ നവീകരിക്കുന്ന മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കാവനാട് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം സനല ഉണ്ണികൃഷ്ണൻ സംസാരിച്ചു. ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ അവിടെ ആറ്റപ്പള്ളി, ഇപ്പോൾ അവിടെ അത് നിങ്ങളുടെ അശ്വതിയുടെ വാർഡല്ലേ, ഒരു പ്രസിഡന്റിന്റെ വാർഡിൽ ഇപ്പോൾ അവിടെ ഒരു 10 ലക്ഷം രൂപ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 9290 രൂപ, പവന് 74,320 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാതയിലെ ഗതാഗത കുരുക്ക്, ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. തൃശൂരിൽ നടക്കുന്ന തൊഴിൽ പൂരം മെഗാ ജോബ് ഫെയറിന് മുന്നോടിയായി ഉദ്യോഗാർത്ഥികൾക്കുള്ള പരിശീലനങ്ങൾക്ക് തുടക്കമായി. ചാലക്കുടി കാർമൽ സ്കൂളിൽ അസോസിയേറ്റ്സ് ഓഫ് കാർമൽ സമ്മർ ക്യാമ്പ് പ്രത്യാശ 2025 തുടക്കമായി. മുരിയാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്തിലെ എല്ലാ വിദ്യാലയങ്ങൾക്കും ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വിതരണം ചെയ്തു. കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുത്തുക്കാവ് ക്ഷീര സൊസൈറ്റിക്ക് കൗ ലിഫ്റ്റർ വിതരണം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.